ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇപ്പോൾ ഈ ബൽറാം അവിടെ നിന്ന് അറിയിക്കുന്നുണ്ട് പുതുതായി അവിടെ പൂഞ്ച് മേഖലയിൽ ഷെല്ലാക്രമണമില്ല. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അതാണോ ഇപ്പോൾ പുറത്തു വരുന്നത് ശ്രീനാഥ്? തീർച്ചയായും അതിർത്തിയിലെ പല മേഖലകളിലാണ് ഇപ്പോൾ പൂഞ്ചിൽ ഇന്നലെ നടന്ന ഷെല്ലാക്രമണത്തിൽ ഗുരുദ്വാരയ്ക്ക് കേടുപാട് പറ്റിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിർത്തി മേഖലയിൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും രാത്രിയും ആക്രമണം നടന്നു എന്ന ചില സൂചനകൾ വരുന്നു. ഇന്നലെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങിയിരുന്നു. ആ നടപടി ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രദേശങ്ങളിൽ ഈ അതിർത്തി മേഖലകളിൽ നിരവധി വീടുകളാണ് തകർന്നത്. നമുക്കറിയാം 15ഓളം പേർ സാധാരണക്കാർ മരിച്ചു, അതിലേറെ പേർക്ക് പരിക്ക് പറ്റി. ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. അവിടെയുള്ള ആളുകളെ പരമാവധി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടി ഇന്നലെ തന്നെ തുടർന്നതാണ്. അത് ഇനിയും തുടരും. ഇന്നും അതേ നടപടി, കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം അമേരിക്കയുടെ പ്രതികരണം കൂടി, ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഇപ്പോഴത്തെ സംഘർഷം ടെറിബിൾ എന്നതാണ്, ഒരു കഷ്ടം എന്നതാണ് ട്രംപ് പറയുന്നത്. ഈ സംഘർഷം അവസാനിപ്പിക്കണം. ഇരു രാജ്യങ്ങളെയും തനിക്ക് നന്നായി അറിയാം. പ്രശ്നങ്ങൾ പരിഹരിക്കണം. തനിക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ അതിൽ ഒരു ഇടപെടൽ താൻ നടത്താൻ ഒരുക്കമാണ് എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം UN-ഉം ഇന്ത്യൻ പാക് സംഘർഷത്തിൽ ഇപ്പോൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം എന്നതാണ് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറയുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ലോകത്തിന് താങ്ങാനാവില്ല എന്ന മുൻ നിലപാട് അദ്ദേഹം ഇവിടെ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ അതിർത്തി മേഖലയിൽ ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. ഉന്മേഷ്, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.